എൻ്റെ ബൈജോ എൻ്റെ ഒരു കാലും അല്ലാത്ത കാലം. ഈ ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ജസ്റ്റിൻ്റെ വീട്ടിലോട്ടാ. അത് കഴിഞ്ഞ ഒരാഴ്ച ഓക്കും കിട്ടി FIR അടിച്ചൊന്ന്. നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ? പുള്ളൻ്റെ മോളെ കാണിച്ചു തരാം ഞാനിതേ. എന്താ ഇപ്പോൾ പറയാ ജസ്റ്റ് അതിനൊക്കെ ഒരുമാതിരി മൂഞ്ചി അവസ്ഥ എന്നൊക്കെ വേണേൽ പറയാം. മൂഞ്ചി തെറ്റിയിരിക്കുക എന്നൊക്കെ പറയില്ല, അത് തന്നെ. എന്തായാലും കണ്ണൻ പറ്റിച്ചു അല്ലെങ്കിൽ കണ്ണൻ എന്തിനാ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കണ്ണൻ്റെ രാധ എന്നൊക്കെ പറയേണ്ട കാര്യം പറയാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത്. ഇവക്കെതിരെ കേസ് വന്ന കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞാണല്ലോ അല്ലേ. വെറും കേസൊന്നുമല്ല കേട്ടോ, കലാപാഹ്വാനത്തിൻ്റെ കേസൊക്കെ, രാജ്യദ്രോഹ കേസുകളൊക്കെ, അതും ജാമ്യമില്ലാത്ത വകുപ്പിൽ FIR കയറിയത്. ഇതാ FIRൻ്റെ പകർപ്പ്. എന്താണെങ്കിലും ഇവളെ ഈ കണ്ണൻ്റെ രാധ എന്ന് വിളിക്കുന്നത് എല്ലാവരും കൊണ്ടും എനിക്ക് കാര്യമുണ്ട്. അത് നിർത്തണം കളഞ്ഞു. വെറുതെ എന്തിനാ ശ്രീകൃഷ്ണനെയും രാധാദേവിനെയൊക്കെ ഇതിലോട്ട് എടുത്തിട്ടുണ്ട് വല്ല കാര്യമുണ്ടോ? ഇവളല്ലേ സ്വയം കണ്ണൻ്റെ രാധ എന്ന് പറഞ്ഞ്. പിന്നെ കുറച്ചു കാലം നമ്മുടെ സംഘികൾ താങ്ങി പിടിച്ച് നടന്നു. അവസാനം സംഘികളുടെ ആസനത്ത് തന്നെ പണി കിട്ടിയപ്പം അവർ വിട്ടു തുടങ്ങി. അവസാനം ഗുരുവായൂർ ദേവസ്വം തന്നെ കേസും കൊടുത്തു, ഹൈക്കോടതിയിൽ നിന്ന് വിധിയും വന്നു. വല്ലാത്തൊരവസ്ഥ. ഇനി ഇവളെ കണ്ണൻ്റെ രാധ എന്ന് വിളിക്കാൻ പാടില്ല. അത് നമ്മൾ ചെയ്യുന്ന തെറ്റാ. അത് ഏത് മതക്കാർ ചെയ്താലും വേണ്ടില്ല, മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും ക്രിസ്ത്യൻ ചെയ്താലും ഈ സംഘി ചെയ്താലും വേണ്ടില്ല, ജിഹാദി ചെയ്താലും വേണ്ടില്ല, അത് വിളിക്കാൻ പാടില്ല. കാരണം അവർക്ക് ഒരു പേരുണ്ട്, ജസ്ന സലീം എന്ന് പേര് വെക്കുന്നുണ്ട്. ജസ്ന അവളുടെ പേരാണ്, സലീം അവളുടെ ഹസ്ബൻഡിൻ്റെ പേരാന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഈ ഹസ്ബൻഡ് വെളിയിലോട്ട് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആലോചിക്കുക, ഇവൻ എന്ത് കണ്ടിട്ട് എങ്ങനെ നടക്കുന്നത്? ഇവൾ ഇങ്ങനെ തോന്നിയ പോലെ ഓരോ ദിവസം ഓരോരുത്തർ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് കേസിന് പോകുന്നു. പോലീസ് സ്റ്റേഷൻ ചെന്ന് കേസ് കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ട് പോയ കേസ് ഉൾട്ടായിട്ട് തിരിച്ചു വരുന്നു. അവസാനം ഇവൾ തന്നെ പെടുന്നു, ഇവക്കെതിരെ കേസ് വരുന്നു, ഇവൾ പോരുന്നു. ഹണി ട്രാപ്പ്, അത് ഇത് കേസ്, പീഡനം, കുട്ടിനെ പീഡിപ്പിച്ചു, മക്കളെ പീഡിപ്പിച്ചു, 15 വട്ടം ഓളെ തന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞാൽ നടക്കുന്നു. ഇതൊന്നും ഉണ്ടായിട്ടും ഇവിടെ സലീംക്കെതിരെ പുറത്തോട്ട് വന്നിട്ടില്ല. എനിക്കതാ മനസ്സിലാവാത്തത്. പുള്ളി എന്തിന് ജീവിച്ചിരിക്കുന്നത്? പുള്ളി ഏതോ സൗദിയിൽ എവിടെ ആണല്ലോ, കാലങ്ങളായിട്ട് അവിടെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. പണ്ട് തുടങ്ങിയ സമയത്ത് ഏതോ ഒരു കേസിൽ മൂപ്പര് സാക്ഷി പറഞ്ഞ് മൂപ്പരടക്കാതെ പെട്ടു എന്നൊക്കെയാണ് നമ്മുടെ ഒരു സുഹൃത്ത് ആ സ്ഥലത്തോട്ട് വിളിച്ച സമയത്ത് അറിയാൻ പറ്റിയത്. എന്താണെങ്കിലും ഈ സലീമിനെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഈ മനുഷ്യനെ സൗദിയിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളോടൊന്ന് പറ, ഇങ്ങോട്ട് വന്നിട്ട് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. ഈ പെണ്ണുങ്ങൾക്ക് സമത്വം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇവരങ്ങ് കയറൂരി വിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ചിലയൊക്കെ തിരിച്ചു വരും. എല്ലാവരും അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ 1, 2 ഒക്കെ ആയിട്ട് പണി തിരിച്ചു വരും. അതാണ് പുരയിലുള്ള ആണുങ്ങൾക്ക് ഇതില്ലാഞ്ഞുള്ള പ്രശ്നത. എന്താണെങ്കിലും അവിടെ സൗദിയിൽ എവിടെ പോയി കുത്തിരുന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു, ഇവളിവിടെ കിടന്ന് ഇങ്ങനെ അറുമാദിക്കുന്നു. എന്താണെങ്കിലും കൊള്ളാം. ഇവരൊക്കെ വീട്ടുകാരില്ലെന്ന് ഞാൻ ആലോചിക്കുന്നു. അവൻ്റെ വീട്ടുകാരൊക്കെ ഇല്ല, അവരൊക്കെ എന്താ ഇവളിങ്ങനെ കേസും കൂട്ടുമായിട്ട് വല്ലാത്തൊരവസ്ഥ. നമ്മുടെ സംഘികളെന്നെ പണി കൊടുത്താഞ്ഞല്ലോ എന്നാണ്. സംഖ്യകൾ എന്ന് പറയാൻ പറ്റില്ല, സംഖ്യകളല്ല പണി കൊടുത്ത്. സംഖ്യകൾ എന്നോ കഴിഞ്ഞിരുന്നു. നമ്മൾ ചെസ് നമ്പർ 1, 2 എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ചെസ് നമ്പർ ഒരു സംഖ്യ തീട്ടം ബൈജു ആയിരുന്നു. അവൻ 2 മാസം ജയിലിൽ കിടന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അവൻ്റെ ഈ ബൈജുവിൻ്റെ ഒരു ഇതാന്ന് തോന്നുന്നു കേട്ടോ. ബൈജു ജയിലിൽ നിന്ന് ഇറങ്ങി, ബൈജു നമ്മുടെ കാമിതിയും കൂടെ ഇവിടെ വീട്ടിൽ പോണ്, കാല് കുത്തുന്നു, വീടൊക്കെ കാണിച്ചിരുന്ന്. അത് കഴിഞ്ഞ ഒരാഴ്ചൻ്റെ അന്ന് വെക്കും കേസ്. എൻ്റെ ബൈജു എൻ്റെ ഒരു കാലും അല്ലാത്ത കാലം. ഈ ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ജസ്റ്റിൻ്റെ വീട്ടിലോട്ടാണ്. അത് കഴിഞ്ഞ ഒരാഴ്ച ഓക്കും കിട്ടി FIR അടിച്ചൊന്ന്. വല്ലാത്ത എന്നെ വെറും മലം ബൈജു തീട്ടം ബൈജു എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല, എനിക്ക് തീട്ടത്തിൻ്റെ ഐശ്വര്യമുണ്ട്. എൻ്റെ ബൈജു. അങ്ങനെ ചെസ് നമ്പർ 2 ആണിത്. ചെസ് നമ്പർ 2നും കിട്ടിയ പണി. ഈ 3ഉം 4ഉം ഒക്കെ വരുമായിരിക്കും അല്ലേ, എവിടെന്നെങ്കിലൊക്കെ പണിയായിട്ട് കിട്ടുന്നത്. കുറച്ച് കാലമൊക്കെ ഉള്ളൂ ഈ സംഘിമാരെ താങ്ങി നടക്കുന്നതൊക്കെ. എപ്പോഴെങ്കിലും ഒന്നും സംഘിക്ക് എതിരെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ സംഘി പിന്നൊന്ന് കുത്തും. അത് എന്ത് നോക്കിയിട്ടും കാര്യമില്ല, അതാണ് സംഘി. പ്രത്യേകിച്ചൊരു പേരിൻ്റെ ബലത്തിൽ അവരൊക്കെ നിൽക്കുന്നത്. ഇപ്പം ജാമിദ ആണെങ്കിലും ജസ്ന സലീം ആണെങ്കിലും ആരിഫ് ഹുസൈൻ തെരുവത്താണെങ്കിലും ജബ്ബാർ മാഷ് ആണെങ്കിലും ലിയാഖത്ത് അലി ആണെങ്കിലും ഫസൽ കാരാട്ടാണെങ്കിലും ഇവരാരെങ്കിലും ഒരു പേര് മാറ്റി, ഞങ്ങൾ കംപ്ലീറ്റ്ലി മതം മാറി, ഞങ്ങളെ പേര് മാറ്റി ഒരു ഹിന്ദുത്വ പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ, പേരിലൊന്നും മതമില്ല എന്നാലും അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ നടപ്പുണ്ടല്ലോ എന്ന്, ഇങ്ങനെ പേര് മാറ്റിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇവർക്കൊക്കെ ഉള്ളൂ. അതോടുകൂടി സംഖ്യ വരെ വിടും. എന്തായിരുന്നു നമ്മുടെ രാജസിംഹൻ അല്ലേ, എന്താണ് രാജസിംഹൻ, അക്ബർ. പണ്ട് ഭയങ്കര ദൈന്യം. പുള്ളി പേരൊക്കെ മാറ്റി കംപ്ലീറ്റ് മാറിയപ്പോൾ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല. രാജസിംഹൻ സിംഹാസനത്തിൽ ഇരിക്കുക എന്നല്ലാണ്ട് ആ വഴിക്കൊന്നും ആരുമ്പോൾ പോകുന്നില്ല. അപ്പോൾ പേരിൻ്റെ ബലത്തിൽ കുറേ കാലമായിട്ട് ഇവർ ജീവിച്ചിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ്, ചീത്ത പറഞ്ഞ്, അത് പറഞ്ഞ്, ഇത് പറഞ്ഞ്, മുസ്ലിങ്ങൾ ചെയ്യാത്തതും ചെയ്തതും അതും ഇതും പറഞ്ഞ് ഇങ്ങനെ സംഘികൾക്ക് ഇങ്ങനെ ആപ്പീസ് അടിച്ച് ഇങ്ങനെ ജീവിക്കുന്ന കുറേ കൂട്ടം. അതിൽ ഓരോ കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ
പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കർമ്മ കൊണ്ടാണോ ഇനി വേറെ എന്തെങ്കിലും കൊണ്ടാണോ അറിയില്ല. ഈ ചെസ് നമ്പർ 3 ആരാന്നുള്ളത് നമുക്കതിനെ കാത്തിരുന്ന് കാണാം. എന്താണെങ്കിലും വല്ലാത്തൊരു കഷ്ടമായിപ്പോയി, മൂക്ക് വല്ലാത്തൊരു കേസായിപ്പോൾ അടിച്ചാൽ കിട്ടിയത്. ചെറിയ കേസൊന്നുമല്ല, ഒളിവ് പോയോ എന്തോ. അറസ്റ്റൊക്കെ ഇനി എപ്പം വരും? FIR ഇട്ടുകൊണ്ട് ഇനി ഇപ്പോൾ അറസ്റ്റ് എന്തായാലും വേണമല്ലോ അല്ലേ? കഷ്ടം. അല്ല, നമ്മുടെ വക്കീല് കൃഷ്ണരാജേട്ട നിങ്ങളിതൊക്കെ അറിയുന്നുണ്ടോ? എത്രയും പെട്ടെന്ന് ഇറക്കി കൊടുക്ക്. FIR കിട്ടിയില്ലേ? അങ്ങനെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരുമാനമായി കൊടുക്കും. അതോ ഇനി സംഖ്യ സപ്പോർട്ട് ഇല്ലേ അവർക്ക്? കംപ്ലീറ്റ്ലി നിന്നോ? പാവല്ലേ, ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആസനം താങ്ങി നടന്നതല്ലേ. ആസനം താങ്ങിയതിൻ്റെ ഒരു ഇത് കാണിച്ചൂടെ? ഒന്നിറക്കി കൊടുത്ത് പാവം പ്ലീസ് ജീവിച്ചു പോട്ടെ എന്ന്. സലീം ഖാൻ അവിടെ ഉണ്ട്, 30 നാട്ടിൽ വരട്ടെ. ഞാൻ സലീം ഖാനോട് കൂടെ പറഞ്ഞിട്ടോ, ഇവരൊക്കെ പള്ളിയും മഹലും കമ്മിറ്റിയും ജമാഅത്തും ഒന്നും ഇല്ലേ? ഇവരൊക്കെ ഇനിയും വെച്ചുകൊണ്ടിരിക്കുകയാണോ അങ്ങനെ? പലരും ഉണ്ട്. ആരും എന്താ പറയുക, ഈ പറഞ്ഞ ജമാഅത്തിലുള്ള ആൾക്കാരെല്ലാം മുസ്ലിങ്ങളായിട്ട് അങ്ങോട്ട് ഭയങ്കര തീവ്ര മുസ്ലിങ്ങളൊന്നും അല്ല. അവരൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. ഇവരാരും ഇങ്ങനെ മതത്തിന് കുറ്റം പറഞ്ഞിട്ടും അല്ലെങ്കിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു മറ്റു മതങ്ങൾ ആരാധിച്ചും അത് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു നടക്കാറില്ല. അങ്ങനെ നടക്കുന്നവരുണ്ടെങ്കിൽ ആ ജമാഅത്തിൽ നിന്നാണെങ്കിലും വേണ്ടില്ല, എവിടെ നിന്നാണെങ്കിലും വേണ്ടില്ല, ഒഴിവാക്കണം എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് തോന്നിയ കാര്യമുള്ളൂ. പച്ചക്ക് ഇങ്ങനെ നബിനെ പറയും, ഖുർആനെ പറ്റി, മതത്തിനെ പറ്റി ഇങ്ങനെ ചെറ്റ വർത്താനം പറയുന്നവന്മാരൊക്കെ മതത്തിൽ നിന്ന് അവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് മതമില്ലാന്ന്. പിന്നെ ഇവരൊക്കെ ജമാഅത്തിലുണ്ടെന്നാണ് കേട്ടത്, കോഴിക്കോട് കൊയിലാണ്ടിയുള്ള. ഇനിയും ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നൊരു കാര്യം എന്താ? ഇവരൊക്കെ അങ്ങോട്ട് ഒഴിവായിക്കൂടെ? സത്യം, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ആദ്യം ഒഴിവാക്കേണ്ടത്. അങ്ങനെയൊക്കെ ഒഴിവാക്കുമ്പോഴാണ് അവസാനം ഖബറടക്കാൻ പോലും പള്ളി ഖബർസ്ഥാനിൽ സ്ഥലമില്ലാത്തൊരവസ്ഥ വരും. ഇങ്ങനെയൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു നിങ്ങളല്ലേ. വല്ലാത്തൊരു കഥ. ഇപ്പം എന്താണെങ്കിലും നമ്മുടെ ജസ്നത്താത്ത 8ൻ്റെ പണി കിട്ടി. ചെസ് നമ്പർ 3ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.